ഹായ്, ദൃശ്യം 3 തിയേറ്ററുകളിൽ റെക്കോർഡ് കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു. വലിയ വിജയമാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സിനിമ 100 കോടി നേടി എന്നുള്ളൊരു കാര്യം. വെറും 3 ദിവസം കൊണ്ടാണ് സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം 2 ദിവസം കൊണ്ട് 77 കോടി എന്നുള്ളതാണ്. ഒഫീഷ്യൽ കളക്ഷനായിട്ട് ആദ്യ ദിവസം തന്നെ 50 കോടിക്ക് മുകളിൽ നേടി എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ട്രാക്കേഴ്സിന്റെ കണക്കിൽ 2 ദിവസം കൊണ്ട് 77 കോടി എന്നുള്ളതാണ്. ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം തന്നെയാണ് ഇന്ന് 100 കോടി നേടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഫുൾ കളക്ഷൻ ചേർത്തല്ല 100 കോടി. കൃത്യമായി പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് ട്രാക്കേഴ്സിന്റെ കണക്ക് ഏകദേശം 110 കോടിയോളം വരും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഒഫീഷ്യൽ കണക്കായിട്ട് 125 കോടിയോളവും എത്തിയേക്കാം. എന്തായാലും നമ്മൾ ട്രാക്കേഴ്സ് കണക്കാണ് പറയുന്നത്. ഏകദേശം 110 കോടിയോളം രൂപ 3 ദിവസം കൊണ്ട് സിനിമ നേടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം സിനിമ 50 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുന്നു. മോഹൻലാലിന്റെ 4ാമത്തെ മലയാള ചിത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ദൃശ്യം 3 വെറും 3 ദിവസം കൊണ്ടാണ് ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 60 കോടിക്ക് മുകളിലാണ് സിനിമ 3 ദിവസം കൊണ്ട് നേടാൻ പോകുന്നത്. ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളത്തെ പ്രീസെയിൽ കളക്ഷൻ, അതായത് 4 മണിക്ക് വന്ന പ്രീസെയിൽ കളക്ഷൻ 6 കോടി 10 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു. അതായത് ഇന്ന് രാത്രിയോടുകൂടി സിനിമ 7 കോടിയും കടക്കുന്നതായിരിക്കും പ്രീസെയിലൂടെ മാത്രം. അപ്പോൾ നാളെ ഒരു 10 കോടി കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. സിനിമ മഹാവിജയമാണ്. കുറച്ച് ഹേറ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സിനിമ മികച്ചത് തന്നെയാണ്. പിന്നെ പല ആൾക്കാരോടും സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സിനിമ സൂപ്പർ എന്ന് പറയും. അപ്പോൾ അവരോട് വീണ്ടും ചോദിക്കും ദൃശ്യം 1 ആണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടമെന്ന്. അപ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം. ഒരാൾക്ക് 1 ആയിരിക്കാം ഇഷ്ടം, ഒരാൾക്ക് 2 ആയിരിക്കാം. അപ്പോൾ അവരുടെ അഭിപ്രായം പറയും. അപ്പോൾ അത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് 1ൻ്റെയും 2ൻ്റെയും അത്ര എത്തിയില്ല എന്നുള്ള തരത്തിലാക്കി അതിനെ മാറ്റുന്നുണ്ട്. അങ്ങനെ കുറേ കളികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നില്ല. ഗംഭീര കളക്ഷനായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു. എന്തായാലും വീക്കെൻഡ് കളക്ഷൻ ഒരു 150 കോടിയോളം എത്തും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാണ് എന്നറിയാനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.